അപ്പൊ ചങ്ങായിമാരെ അഷ്ടമി കേട്ടോ, അഷ്ടമി തൊഴാൻ പോവാണ്. ആകെ കഴിഞ്ഞു. അലാറം വെച്ചാണ് വെളുപ്പിനെ 3 മണിക്ക്. അലാറം അടിച്ചില്ല, അവിടെ എണീക്കാൻ പറ്റിയില്ല. എനിക്കാണെങ്കിൽ 2 സൈഡ് പനിയായിരുന്നു. ആകെ വയ്യ, നല്ല ജലദോഷവും ഇതൊക്കെ ആയിട്ട്. അപ്പൊ നമ്മളിപ്പൊ പോവാണ്. തെക്കനടയിലാണ് നമ്മൾ നടന്നാ വരണേ. നല്ല ക്യൂ ആയിരിക്കും തോന്നുന്നു. നോക്കാം എന്തായാലും. തെക്കനട കേട്ടോ, ക്യൂ നോക്കിയേ. വണ്ടികളൊക്കെ വിടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അത്യാവശ്യം ക്യൂ ഉണ്ട് കേട്ടോ. ഞങ്ങള് കിഴക്കേനടയിലേക്ക് പോവാം. അകത്ത് കയറാൻ നല്ല ചടങ്ങായിരിക്കും. നോക്കാം എങ്ങനെയാണ്. എനിക്കാണ് ആകെ വയ്യ. മൂക്ക് ഒലിപ്പ്, കഫക്കെട്ട്, ചുമ, പനി കുറഞ്ഞ്. നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തന്നെ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം ഉണ്ട് കേട്ടോ, ഗവൺമെൻറ്. അവിടെ പോയിട്ട് ഡോക്ടറെ കണ്ട് ഗുളികയൊക്കെ മേടിച്ച. ആ ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ടോ പൈസ കൊടുക്കാതെ ഗുളിക കിട്ടുന്ന. അങ്ങനെ ക്യൂ പോണോ വയ്ക്കാൻ. നമ്മൾ കിഴക്കേനട എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല ക്യൂ ഉണ്ട്. ഈ ക്യൂ അങ്ങ് പോകും. തലവാക്കുളം ബസ് സ്റ്റാൻഡും കഴിഞ്ഞ് അങ്ങ്. അയ്യോ, ഇത് പടിഞ്ഞാറടയാട്ടോ, കിഴക്കേനടയല്ല. അങ്ങനെ നമ്മൾ അകത്ത് കയറി കേട്ടോ. പടിഞ്ഞാറടയിൽ വലിയ തിരക്കില്ല കേട്ടോ. പടിഞ്ഞാറടയിൽ കൂടെ ക്യൂ അകത്തേക്ക് വിടുന്നില്ല. എനിക്ക് തോന്നുന്നു തെക്കേനടയും കിഴക്കേനടയിൽ കൂടെയാന്ന് തോന്നുന്നു ക്യൂ വിടുന്ന. ക്യൂ വന്ന ആൾക്കാർ അതിലെയാണ് അകത്തേക്ക് കയറണം. പടിഞ്ഞാറടയിൽ കൂടെ ക്യൂ അകത്തേക്ക് വിടുന്നില്ല. സൂര്യന്റെ ചെറിയൊരു ചുമന്ന കളറ് കാണുന്നുണ്ട് അമ്പലത്തിന്റെ മുകളിൽ. തിരക്കോ വേണ്ട. വടക്കേനടയിൽ കൂടെ ക്യൂ അകത്തേക്ക് പ്രവേശിക്കുന്നു. പിന്നെ ഇതൊക്കെ ബാരിക്കേഡോ അല്ല, അതെല്ലാം കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കയറി വേണം പോകാനായിട്ട്. നമ്മുടെ കൂട്ടുകാർ ഇവിടെ ഇപ്പം ഉണ്ട്. പറഞ്ഞ പേരൊക്കെ ഊരി, ആരാന്നറിയാൻ പാടില്ലല്ലോ. ഡാൻസ് കളിച്ചോണ്ടിരിക്ക. അങ്ങനെ തൊഴുതിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഒച്ചയൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് പേര് തൊഴുതിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വടക്കാട് എന്നുള്ള ക്യൂ ആണ് ഇത്. നമുക്ക് ഒന്ന് തൊഴാനേ പറ്റുള്ളൂ, ചുറ്റി വരാനൊന്നും പറ്റത്തില്ല. അവര് കയറുന്ന സ്ഥലത്തെ സ്റ്റെപ്പിന്റെ അവിടെയൊക്കെ നികത്തിയിട്ടുണ്ട് കേട്ടോ. സാറിന് പടി പൊക്കത്തിലല്ലേ, തിക്ക് വരുമ്പോൾ ആൾക്കാർ വീഴും. അതുകൊണ്ട് ഇപ്രാവശ്യം നട ഇറങ്ങുന്നിടത്തൊക്കെ അവര് പലകിട്ട് നികത്തിയിട്ടുണ്ട്. ക്യൂ കണ്ടോ, വലിയ ക്യൂവാ. ക്യൂ പോണോ വയ്ക്കാൻ. പടിഞ്ഞാറയുടെ കൂടെ ക്യൂ കയറണില്ല കേട്ടോ. വടക്ക് തെക്ക് കിഴക്ക് നടയിൽ കൂടെയാണ് ക്യൂ ഇടുന്നത്. ഇതാണ് കേട്ടോ വ്യാഘ്രപാദ തറ. വ്യാഘ്രപാദ തറയാട്ടോ ഇത്.
എഴുന്നള്ളത്ത് വന്നു നോക്കിയേ. നമ്മള് വൈക്കം ബോട്ടിയെട്ടിയിലാട്ടോ. ഇത് നോക്കി, സൂപ്പർ വ്യൂ അല്ലേ. ജങ്കാറ് പോയി, ബോട്ടൊക്കെ പോകാൻ കിടക്കുന്നു. ഇച്ചിരി മീൻ പിടിക്കണാണ്. ഇതാട്ടോ ബോട്ടിയെട്ടി. ഇവിടെ നമുക്ക് തവണക്കടവിലേക്ക് ബോട്ടുണ്ട്. 6 രൂപ ടിക്കറ്റ്. കാണിച്ച എൻഗേജ്മെന്റിനും ഇപ്പം കാണിച്ചില്ലേ. അപ്പോൾ വൈക്കത്ത് ബോട്ടിയെട്ടിയിൽ സൺസെറ്റ് കണ്ടോ. ഇന്നലെ ആയിരുന്നു കേട്ടോ അഷ്ടമി. അപ്പം ഞങ്ങൾ പോയി തൊഴുതു. എനിക്ക് പനിയായതുകൊണ്ട് ഭയങ്കര വയ്യാണ്ടായിപ്പോയി. രണ്ട് വൈകുന്നേരം വലിയ കൂടിപ്പൂജയൊക്കെ ഉണ്ടായിരുന്നു. ടി വി പുരം, ഇണ്ടന്തുരുത്തി, മൂത്തടത്തുകാവ് എല്ലായിടത്തുനിന്നും എഴുന്നള്ളത്ത് വൈക്കത്തേക്ക് വരുമായിരുന്നേ. പക്ഷെ എനിക്കൊന്നും പോയി കാണാനൊന്നും പറ്റിയില്ല. അപ്പം ഞങ്ങളിപ്പോൾ ചുമ്മാ വൈകുന്നേരം സ്റ്റോളെ കാണാൻ വേണ്ടി ഇറങ്ങി. അഷ്ടമിയുടെ ജെട്ടിയുടെ ഇവിടെയാണ് കേട്ടോ. തിരക്കുണ്ട്. ഈ റോഡിൽ അങ്ങോട്ട് ഫുള്ള് കടകളൊക്കെയാണ് കേട്ടോ. അവിടെ KTDCയുടെ ഹോട്ടലൊക്കെ ഉണ്ട്. സ്റ്റോളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെയുള്ള ബോട്ടിയെട്ടിന്ന് പടിഞ്ഞാറടയ്ക്ക് വന്നിട്ടോ. ആ സൈഡിൽ ഭയങ്കര സ്റ്റോളൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇച്ചിരി തിരക്ക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആൾക്കാർ കുറഞ്ഞു, നല്ല അത്യാവശ്യം ഉണ്ട്. കണ്ടോ ജിമിക്കി കമ്മൽ, മൊത്തം കമ്മലുകളാണ്. മൈലാഞ്ചി, അവിടെ മൈലാഞ്ചി ഇടലാ. ഞാൻ പണ്ട് ഇട്ടിരുന്നേ. എൻ്റെ കൈ മുഴുവൻ വൃത്തികേടായി. അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും പാല് പിടിച്ചോണ്ടിരുന്നു കഴിക്കാത്ത. കുങ്കുമം, ഇങ്ങനെ കുറേ സ്റ്റോളുകളൊക്കെ ആട്ടോ. ബജിക്കട, പലതരം മിഠായികൾ, പലഹാരങ്ങൾ, അലുവ എല്ലാം ഉണ്ട് കേട്ടോ. പോപ്കോൺ, നുറുക്ക്, പോപ്കോൺ.
അലുവ, ക്യാരറ്റ് അലുവ. അവിടെ ചെടികളുണ്ട് കേട്ടോ, ചെടികളുടെ സ്റ്റോളുണ്ട്. ഇതുണ്ടോ? ഇവിടെ എന്തൊക്കെയോ പരിപാടികള്. കോണൊക്കെ തിളപ്പിക്കുന്നു. മതിനെ അവ ഒന്നും കൂടെ എടുത്ത്. ഇതുണ്ടോ? സാലഡ്, കുക്കുംബർ, മല്ലിയില, സോറി, ഇതുണ്ടോ? ഇതൊക്കെ സ്ട്രീറ്റ് ഫുഡാട്ടോ. കരിമ്പ് അടിക്കണ കാണിച്ചരാ. ഇതുണ്ടോ? കരിമ്പ് ജ്യൂസ് അടിക്കണം. ആൾക്കാരെല്ലാം സ്ട്രീറ്റ് ഫുഡ് കഴിക്കുക കേട്ടോ. ഞങ്ങളൊന്നും മേടിച്ചില്ല. അതുകൊണ്ട് ബജ്ജികള് മോളൊക്കെ ഇട്ടാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികള്. അഷ്ടമി മേള, മെഗാ സെയിൽ. ഇത് ഇവിടെ തന്നെ ഇങ്ങനെ വേറെ സ്റ്റോള് പോലെയാട്ടോ. അകത്തേക്ക് കുറെ ഇങ്ങനെ ഉണ്ടല്ല, മോതിരം, പിന്നെ ഉണ്ട് പലതരം സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഏതെടുത്താലും ടോയ്സ് 50, ഫാൻസി 20 രൂപ, 30 രൂപ. ഇതൊക്കെ ഉണ്ടോ? ക്യാപ്പുകള്, തൊപ്പികള്, എന്തൊക്കെയോ. ഡ്രസ് ഉണ്ട്, ഐസ്ക്രീം, പെർഫ്യൂം നോക്കിയാ. ബജ്ജിക്കട, കുത്താമ്പുള്ളി കൈത്തറിയുടെ ഉണ്ട് കേട്ടോ. ചെരുപ്പുകള്, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിന്നെ അടുക്കളയിലെ സാമഗ്രികളൊക്കെ ആട്ടോ. ഫുള്ള് അടുക്കളയ്ക്ക് ആവശ്യമുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, ഗ്ലാസ്, ക്രോക്കറീസ്. 6 ഗ്ലാസ് 100 രൂപ. ടോയ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ പറമ്പൊക്കെ ക്ലീൻ ചെയ്യാം കേട്ടോ. നമ്മുടെ വീടിന്റെ കിഴക്കുവശം ശരിയാക്കുക കേട്ടോ JCB. ഫ്രണ്ട് വശം ഏകദേശം ഓക്കെ ആയി. വലിയൊരു പഞ്ചസാരപ്പഴം മരം നിൽക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചില്ല ഞങ്ങളുടെ വീടിന്റെ തറയിൽ. അപ്പൊ ആ മരം ഇപ്പൊ ഇളക്കി കളയാൻ പോവാട്ടോ. വീണ് മരം വീണ്. ഇപ്പൊ നമുക്ക് അപ്പുറത്തെ വീടൊക്കെ കാണാം കേട്ടോ. അത് നമ്മുടെ LDFന്റെ ഈ പ്രാവശ്യം ഇലക്ഷന് ജയിച്ച സ്ഥാനാർത്ഥിയുടെ വീടാട്ടോ. സിന്ധു എന്ന് പറഞ്ഞ സിന്ധു സജി. അവരുടെ വീടിന്റെ ഇപ്പുറത്തെ ഒരു കുളമുണ്ട്. ആ കുളം ഞങ്ങളുടെ സ്ഥലത്തിൽ പെട്ടതാ. ഇതെല്ലാം വലിച്ചിട്ട് ആ കുളം മൂടണമെന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. മുഴുവൻ കൊക്കുകളാ. ഈ മണ്ണിളകുമ്പോഴേ, മണ്ണ് മാന്തി കഴിയുമ്പോ ഏതാണ്ടോ ഇത് മുഴുവൻ ഇന്ന് ചെയ്താ. കപ്പ് കിട്ടിട്ടോ. JCBയുടെ ഇന്നൊരു ദിവസത്തെ പണിയാത്. ഈ മണ്ണിളകി കഴിയുമ്പോ ഇതിനകത്ത് അപ്പടി പഴുതാരയും മറ്റേ കൃമികള്
കീടങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ കൊക്കുകൾ ഇതിനെ തിന്നാൻ വേണ്ടി വന്നിരിക്കുക. രാവിലെ അവളെ മുറ്റം നിറയെ കൊക്ക. അങ്ങനെ അവിടെ കുളമൊക്കെ തെളിച്ച്, പക്ഷെ കുളത്തിലെ വെള്ളമൊക്കെ ചീത്തയായി. ഇതൊക്കെ ഇനി വറ്റിച്ച് ഇതാക്കി എടുക്കണം. അപ്പടിയും സ്മെല്ല് ഇതുണ്ടോ. ഇത് മുൻവശം മൊത്തം റെഡിയാക്കി. അപ്പൊ നമ്മുടെ ഭൂത ബംഗ്ലാവ് പോലെ കാട് പിടിച്ച് കിടന്ന വീട് വൃത്തിയായി ഉണ്ടോ, പറമ്പ്. അങ്ങനെ രാവിലെ തുടങ്ങിയ ഇതപ്പോ തീരുന്നറിയാൻ പാടില്ല. ഇന്ന് ആശാരിമാരും ഉണ്ട് അടുക്കളയിൽ തട്ടടിക്കണം. മറ്റേ പട്ടികയൊക്കെ പൊട്ടിയത് ശരിയാക്കി അങ്ങനെ പരിപാടികൾ നടക്കുന്നു. എനിക്കാണെങ്കിൽ വയ്യായിരുന്നു. ഇന്നലെ വീടെല്ലാം ക്ലീൻ ചെയ്ത് തുടച്ചാൽ ഇപ്പൊ ഇന്ന് പണി കാരണം മൊത്തം പൊടിയായി. ഇനിയിപ്പൊ വയ്യാതെ ഇതെല്ലാം ക്ലീൻ ആക്കണം. ആദ്യം ഉണ്ടോ അവിടെ സർപ്പക്കാവുണ്ട്. നമുക്ക് ഇവിടം വരെ ക്ലീൻ ചെയ്യാനുണ്ട്. ഇനി കുളത്തിന്റെ ആ വശവും അവിടെ സർപ്പക്കാവുണ്ട്. ഈ ഭാഗം ഫുള്ള്, ഈ സൈഡ് ഫുള്ള് ക്ലീൻ ചെയ്യണം. പിന്നെ എൻ്റെ വീടിന്റെ തറ ഞാൻ ശബരിമല പാർട്ട് 1 വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എൻ്റെ വീടിന്റെ തറ അടക്കണ ഭാഗം ഇതാ അവിടെയാ പുറയില്. അതിൽ നിന്നാണ് പഞ്ചസാരപ്പഴത്തിന്റെ പുള്ളി ഇളക്കി കളഞ്ഞത്. അപ്പം ആ തറയും കൂടെ തറയും പിന്നെ അതിനെ അങ്ങനെ ആ അറ്റത്തേക്ക് വടക്കേ ഭാഗത്തേക്ക് അടുക്കളയുടെ ഭാഗത്തേക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. ഇത് ഇന്ന് തീരുമോന്ന് അറിയില്ല. ഇത് മുഴുവൻ ക്ലീൻ ചെയ്യാനുള്ള നോക്കാൻ. എന്തായാലും ദേ നമ്മുടെ കൊക്കുകൾ വന്നിരിക്കുന്നു. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ വീടിന്റെ കിഴക്ക് വശം. പറയുന്നുള്ള എൻ്റെ വീടിന്റെ തറ പുറത്ത് വന്ന് ഇത് കണ്ട. ഇതാണ് എൻ്റെ വീടിന്റെ തറ. ഇനി ഇതിനകത്തെ പള്ളയൊക്കെ പറിക്കാനുണ്ട്. അതാണ് വീടിന്റെ കിഴക്ക് വശം, പുറകു വശം. അങ്ങനെ സന്ധ്യ ആയിട്ടോ. പാവം JCB കാരൻ രാവിലെ തുടങ്ങിയതാ, ഇതുവരെ തീർന്നിട്ടില്ല. ഇതേ ഈ ഞങ്ങളുടെ തറയാണ് ഈ കിടക്കണ, പള്ള കയറി കിടക്കണ കണ്ട. പിന്നെ ഈ മിറ്റം കണ്ട, അതേ ഇവിടെ ഇതെല്ലാം ക്ലിയർ ചെയ്യാനുണ്ട്. പുള്ളിക്ക് ഞങ്ങള് ചായയൊക്കെ കൊടുത്ത്. അപ്പൊ ഞാനിപ്പം അകത്തൊക്കെ ക്ലീൻ ചെയ്യണം. നമ്മളിവിടെ അടുക്കളയിലൊക്കെ ആശാരിയുടെ പണിയുണ്ടായപ്പം എല്ലാം വൃത്തികേടായി. ഇനി അടുക്കള ക്ലീൻ ചെയ്തിട്ട് വേണം പാത്രമൊക്കെ തിരിച്ചു വെക്കാൻ. അപ്പൊ ഞാൻ പതുക്കെ എൻ്റെ പണിയൊക്കെ തീർക്കട്ടെ. ഇന്നൊരു നടക്ക് പോകുമെന്ന് തോന്നുന്നില്ല. ഇനി ഇവിടം വരെ ക്ലീൻ ചെയ്യാണ്ട് ആ എൻഡ് വരെ. അപ്പോൾ ഇതൊക്കെയാണ് വൈക്കത്തെ അഷ്ടമിയുടെ വിശേഷം. എനിക്ക് അഷ്ടമിയുടെ അധികം കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, എനിക്ക് പനിയായിപ്പോയി. അതുകൊണ്ട് രാവിലെ പോയി തൊഴുതിട്ട് പിന്നെ വയ്യാണ്ട് വന്നു. പിന്നെ ഞാൻ അങ്ങനെ ഒന്നും പോയില്ല അമ്പലത്തിൽ. രാത്രിയിൽ ഭയങ്കര പരിപാടികളൊക്കെ ഉണ്ടാവും, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ. അപ്പം ഇതൊക്കെയാണ് അഷ്ടമി കാഴ്ചകൾ. എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വന്നാരേ. ബൈ 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 ബൈ.